അർജുൻ, 6 മാസം മുമ്പ് MVD റിപ്പോർട്ട് നൽകിയതാണ് ഈ റോഡ് പനയമ്പാടം റോഡ് ഒട്ടും സുരക്ഷിതമല്ല എന്ന്. 60ഓളം അപകടങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞ മേഖലയാണ്. ഈ 4 കുട്ടികളുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ദുരന്തം ഒഴിവാക്കാമായിരുന്ന ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടും അധികൃതർ കണ്ണടക്കിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അർജുന് എന്തൊക്കെ വിവരങ്ങൾ നൽകാനാകും? അങ്ങനെ തന്നെയാണ്. വർഷങ്ങളായി പരാതി ഉയരുന്ന ഒരു പാതയിലാണ് ഇപ്പോൾ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. ആ വളവുമായി ബന്ധപ്പെട്ട് സ്ഥിരം അപകട മേഖലയാണ് എന്ന് നാട്ടുകാരടക്കം നിരവധി തവണ പരാതി നൽകിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിനടക്കം പരാതി നൽകിയിരുന്നു, പൊതുമരാമത്ത് വകുപ്പിനടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ആ വളവ് നിവർത്താനോ അല്ലെങ്കിൽ അവിടെ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ പലതവണ പ്രതിഷേധത്തിലൊക്കെ അടക്കം കടന്നിരുന്നു. പക്ഷേ ഇതൊന്നും ചെവി കൊണ്ടില്ല. ഒടുവിൽ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഈ അപകട വളവ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ ഇപ്പോഴും വലിയ രോഷത്തിലാണ്. ഇന്നലെ വൈകിട്ട് നമ്മൾ ആ പ്രതിഷേധം കണ്ടതുമാണ്. ഇന്ന് രാവിലെ മുതൽ ഈ കരിമ്പയിൽ കാണാൻ കഴിയുന്നത് കണ്ണീരുലക്കുന്ന, ഹൃദയമുലക്കുന്ന കാഴ്ചയാണ്. അതായത് ഈ 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ രാവിലെ ഏതാണ്ട് 5:30 അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. അവിടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം രാവിലെ ഏതാണ്ട് 5 മണി മുതൽ തന്നെ ഇവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുപ്പനാട് ഒരു റോഡിന്റെ തൊട്ടടുത്തടുത്ത ഭാഗത്തായി ഏതാണ്ട് 500 മീറ്റർ പരിധിയിൽ തന്നെയാണ് 4 പേരുടെയും വീടുകൾ. ചെറുപ്പം മുതൽ ഇവർ ഒന്നിച്ച് കളിച്ചു വളർന്ന, മദ്രസയിൽ ഒന്നിച്ചു പോയി, അതിനുശേഷം സ്കൂളിലേക്ക് ഒന്നിച്ചു പോയി, ഒന്നിച്ചു വന്ന അത്രയും ദീർഘമായ സൗഹൃദം, വളരെ അടുപ്പമുള്ള സൗഹൃദം, അവധി ദിവസങ്ങളിൽ പോലും ഒന്നിച്ച് കളിച്ചു ചിരിച്ചു നടക്കുന്ന സൗഹൃദം. അത്തരത്തിൽ ഒന്നിച്ചു നടക്കുന്ന 5 പേരിൽ 4 പേരെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി എത്തിയ അപകടം അവരുടെ ജീവൻ കവർന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിവരെ ഈ അവരുടെ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ വീടുകളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അവിടെ അടുത്ത ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളൊക്കെ തന്നെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം 8 മണിയോടുകൂടിയാണ് തുപ്പനാട് തന്നെയുള്ള കരിമ്പനക്കൽ ഹാളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. 4 ആംബുലൻസുകളിലായി ഒന്നിനു പിറകെ ഒന്നായി അവർ ഒന്നിച്ച് നടന്ന അതേ വഴിയിലൂടെ ആംബുലൻസുകളിൽ അവരുടെ ചേതന ഹാളിലേക്ക് എത്തുകയായിരുന്നു. അവിടെയും ജനസാഗരമാണ് അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിന്നത്. ഈ വാർത്ത അറിഞ്ഞെത്തിയവർ, സ്കൂളിൽ പഠിച്ചവർ, മുൻപ് പഠിച്ചവർ, അവർക്കൊപ്പം പഠിക്കുന്നവർ, അധ്യാപികമാർ, അനധ്യാപകർ, അതോടൊപ്പം തന്നെ നാട്ടുകാർ, അത്തരത്തിൽ ഈ അവസാനിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിന് സാധിച്ചില്ല. പ്രത്യേകിച്ച് മരിച്ച ആയിഷയുടെ സഹോദരി ഡൽഹി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. ഏതാണ്ട് 10:00 സഹോദരി എത്തിയത്. സഹോദരിക്ക് കൂടി ഒരു നോക്ക് കാണാനുള്ള അവസരം നൽകിയ ശേഷം ഏതാണ്ട് 10:00 കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ ഖബറടക്കം ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന 4 വിദ്യാർത്ഥിനികളും തൊട്ടടുത്തടുത്തായി തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ വേദനാജനകമായ കാര്യം. എന്തായാലും അവർ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് നാളത്തെ പരീക്ഷയെക്കുറിച്ചടക്കം ആലോചിച്ച് ചർച്ച ചെയ്ത് വന്ന വിദ്യാർത്ഥികളെയാണ് ഈ അപകടത്തിൽ ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഹിന്ദി പരീക്ഷയായിരുന്നു. ഹിന്ദി പരീക്ഷയുടെ കാര്യങ്ങളടക്കം അവർ ചർച്ച ചെയ്തിരുന്നു. അപകടമുണ്ടായില്ലെങ്കിൽ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ടതോ മറ്റോ സമയമാകും എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം. അത്തരത്തിൽ ഒരു സമയത്താണ് ആ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കണ്ണീരണിയിപ്പിച്ചുകൊണ്ട് ചേതനയേറ്റ ശരീരമായി 4 പേരും ഒന്നിച്ച് ഈ നാടിനെ വിട്ട് പിരിയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ജന്മനാട് ഒന്നടങ്കം അവർക്ക് വിട ചൊല്ലുകയാണ്. ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾ ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഒരു മഴക്കാറുണ്ട്. ഇടയ്ക്ക് ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. ശക്തമായ മഴ പെയ്തില്ലെങ്കിൽ പോലും ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ് കരിമ്പയിലും തുപ്പനാട് അടക്കമുള്ള സ്ഥലങ്ങളിലും ഉള്ളത്. എന്തായാലും ഇനിയൊരു അപകടം ഉണ്ടാകരുത് എന്നുറച്ച
ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് നാട്ടുകാർ. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പ്രതിഷേധവുമായി മുന്നോട്ടു പോകും. മാത്രവുമല്ല, അവിടെ ഈ പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ ഒരു പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. അത്തരത്തിൽ ഈ സ്ഥിരം അപകടവളമായ സ്ഥലം അവിടെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അവിടെ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടിയും സർക്കാർ കൈക്കൊള്ളുന്നില്ല. അത്തരത്തിൽ നിരവധി തവണ പ്രതിഷേധമുയർത്തിയ സ്ഥലത്താണ് ഇന്നലെ വീണ്ടും ഒരു അപകടം ഉണ്ടാവുകയും വളരെ ദാരുണമായ സംഭവം, അതായത് 4 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വളരെ ഇനിയെങ്കിലും ഇനിയൊരു ദുരന്തം കൂടി ഈ അപകട വളവിൽ ഉണ്ടാകാതിരിക്കട്ടെ. പനയമ്പാടം വളവ് എന്നുള്ളൊരു അപകട വളവ് അല്ലാതാക്കി തീർക്കാനുള്ള നടപടികൾക്ക് വേഗം ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കാനാവുക. മുബഷീർ പി. അക്ബറും അർജുൻ മട്ടന്നൂരുമാണ് തത്സമയം